പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കത്തിക്കാളുന്ന നരകം എന്ന വിഷയത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നാം ഇന്നലെ അവതരിപ്പിച്ചത്. അല്ലാഹു പടച്ചതമ്പുരാൻ സൃഷ്ടികളുടെ നന്മയും തിന്മയും കണക്കിലെടുത്തുകൊണ്ട് പ്രതിഫലവും ശിക്ഷയും അവർക്ക് വേണ്ടി പങ്കുവെക്കുമ്പോ, പാകം വെക്കുമ്പോ, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലും മറുവിഭാഗം നരകത്തിലുമായി അല്ലാഹു പടച്ചതമ്പുരാൻ മാറ്റിവെക്കുമ്പോൾ നരകത്തിൽ പോകുന്ന വിഭാഗത്തിന്റെ അവസ്ഥാവിശേഷങ്ങളെ ഒന്ന് വിശദീകരിക്കുക. അത് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഉതകുന്ന പ്രവർത്തനങ്ങളെ ദുനിയാവിന്റെ ചുറ്റുപാടിൽ ചെയ്ത് ഈമാനോടുകൂടി മരണപ്പെടുക എന്ന ലക്ഷ്യമാണ് ഇന്നലെയും ഇന്നത്തെയും ആ വിഷയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തെക്കുറിച്ചാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് അവസാനം നിർത്തിയത്. ജഹന്നം എന്ന പേരാണ്. അതിലൂടെ കടന്നുപോകുന്ന ഒരു ഭൗതിക ലോകത്ത് എപ്പോഴും ഒന്നാം സ്ഥാനത്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അഹങ്കാരികളും ധിക്കാരികളുമായ ധാർഷ്ട്യ സ്വഭാവമുള്ള ജനങ്ങളാണ് നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തിലേക്ക് കടന്നുപോകുന്നത് എന്ന് നാം ഇന്നലെ ചർച്ച ചെയ്തു. ലോകത്ത് ആരുടെ മനസ്സിലും അല്ലാഹു ഒരൽപസ്വൽപ്പം ഉയർച്ച കൊടുത്താൽ, ഉന്നതി കൊടുത്താൽ, പുരോഗമനം കൊടുത്താൽ, പദവി കൊടുത്താൽ, പവർ കൊടുത്താൽ വളരെ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു മാരക രോഗമാണ് അഹങ്കാരം എന്ന രോഗം. അള്ളാന്റെ റസൂല് പറഞ്ഞത്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിന്റെ അണു അളവ് അഹങ്കാരം കൽബിന്റെ അകത്തുള്ളവന് സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് പോലും കടക്കുവാനുള്ള അവകാശമില്ല, അർഹതയില്ല എന്നാണ്. ലാ യദ്ഖുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തും മിൻ കിബ്ർ, അഹങ്കാരത്തിന്റെ അണു അളവ് കൽബിലുള്ളവന് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടാ പോയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. പെട്ടെന്ന് കടന്നുവരാ സാധ്യതയുള്ള, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നുവരാ സാധ്യതയുള്ള ജനപിന്തുണയും അധികാരവും പവറും പണവും സുഖവും സുഷുപ്തിയും മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ ഭൗതികമായ ചുറ്റുപാടിൽ കടന്നുവരാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള ഒരു മാരകമായ രോഗമാണ് കിബിർ അഥവാ അഹങ്കാരം. അള്ളാഹു അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അത് നരകത്തിന്റെ ഒന്നാമത്തെ കവാടത്തിൽ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത്. രണ്ടാമത്തെ കവാടത്തിലേക്ക് കടന്നുപോകുന്ന വിഭാഗം, രണ്ടാമത്തെ കവാടത്തിന് രണ്ട് പേരുകൾ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന് ഇസ്മുഹുൽ അല്ലാ, ഒന്ന് ലല്ലാ എന്നാണ് പേര്, മറ്റൊന്ന് ദാത്തുൽ ലഹബ് എന്നും പറയും. അതിലൂടെ കടന്നു പോകുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് യസ്ലാ നാറൻ ദാത ലഹബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ആരാണ് ദാത്തുൽ ലഹബ് എന്ന് പറയുന്ന നരകത്തിന്റെ രണ്ടാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്നത്? ഖുർആൻ സൂറത്തുൽ ലഹബ് പറയുന്നു, അല്ലെങ്കിൽ സൂറത്തുൽ മസദ് പറയുന്നു, ലോകത്താദ്യമായി പൊന്നാര നബിതങ്ങളുടെ പ്രബോധനത്തിന്റെ പ്രഥമ കവാടത്തിൽ കാലെടുത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ പരിശുദ്ധ ഭൂമുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട്, തബ്ബൻ ലക യാ മുഹമ്മദ്, ഏ മുഹമ്മദേ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞ അബൂലഹബ് കടന്നു പോകുന്ന നരകമാണ് രണ്ടാമത്തെ കവാടം. നരകത്തിന്റെ ഇസ്മുഹുൽ അല്ലാ എന്ന് പറയുന്ന രണ്ടാമത്തെ കവാടത്തിന് ലല്ലാ എന്ന് പേര് പറയുന്ന പണ്ഡിതന്മാര് പറയുന്നു, ആ കവാടത്തിലൂടെ കടന്നു പോകുന്നതാരാ? സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്തവരാണ്. എന്ന് പറഞ്ഞാൽ ഹറാമ് സമ്പാദിക്കുക, ഹറാമ് ചെലവഴിക്കുക.
ഹറാമിന് വേണ്ടി ചെലവഴിക്കുക. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് പറഞ്ഞു വെച്ച വിഷയം അതാണ്. അള്ളാഹുവിന്റെ പരലോകത്ത് 4 കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാതെ 50,000 കൊല്ലം കൊണ്ട് ചോദിക്കുന്ന ആകെ 4 ചോദ്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് യുവത്വത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങളോട്. മസ്ജിദുൽ അബ്റാർ യൂത്ത് ഫെഡറേഷന്റെ കാരണത്തിന്റെ ഒന്നാമത്തെ കാരണം യുവത്വത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്നത് കൊണ്ട് അറിവുള്ളവരുമായി ബന്ധപ്പെട്ട് അതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കലായിരുന്നു. അള്ളാഹുവിന്റെ പരലോകത്തെ രണ്ടാമത്തെ ചോദ്യം, പ്രിയമുള്ളവരേ, വാൻ മാലിഹി ഫീമാ അഫ്നാ, അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന സമ്പാദ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹു കാരുണ്യവാനാറെ പടച്ചതമ്പുരാ നാളെ പരലോകത്ത് ചോദിക്കുമ്പോൾ സൂക്ഷ്മതയില്ലാതെ ആരെ പറ്റിച്ചും ആരെ വഞ്ചിച്ചും ആരെ തട്ടിച്ചും മോഷണം നടത്തിയും പലിശയ്ക്ക് കൊടുത്തും ശരീരക്കച്ചവടം നടത്തിയും വസ്തുവിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി പാര വെച്ച് മറ്റുള്ളവരെ കണ്ണീര് കൊണ്ട് നോട്ടെണ്ണയിട്ട് ജീവിതം നയിക്കുന്ന സമുദായത്തിന്റെ സഹോദരങ്ങൾ പഠിച്ചോ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നാളെ നിന്റെ പരലോകത്ത് ഈ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമെന്ന്. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന സമ്പാദ്യം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് മറഞ്ഞു വീണുപോയാൽ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആ പണത്തിന് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഭൗതിക ലോകത്ത് പണമുണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തവരായി ആരുമില്ല സഹോദരൻ, ആരുമില്ല. നമ്മുടെ നാട് മൂവാറ്റുപുഴയിലൂടെ മുകേഷ് അംബാനി നടന്നുപോയാലും വഴിയിൽ ഒരു 100 രൂപ കിടന്നാൽ എടുത്തിട്ടേ പോകും. മൈക്കൊന്നുകൂടെ റെഡിയാക്കി വെക്കണം, ഒരു മുഴക്കമുണ്ട് ചെറിയ, നല്ല വെച്ചോലൊന്ന് വെക്കാൻ പറയാം. പുറകിൽ കുറച്ച് കസേരയോടെ ഒഴിവുണ്ട്, വേഗം എല്ലാവരും ഒന്ന് അതിലേക്ക് കടന്നിരുന്ന. ആദ്യം വരുന്നവര് മുമ്പിൽ ഇരുന്നാണ് നേരത്തെ. അങ്ങനെ ഇരുന്നപ്പോ ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്നവർക്ക് പുറകിലേക്ക് ചെന്നിരിക്കാനൊരു മടി തോന്നണ്ട. നമുക്ക് സ്ഥല സൗകര്യം ഉണ്ട്, അതിനകത്തൂടെ ചെന്ന് ഏറ്റവും പുറകിൽ കാര്യമായിരിക്കാനുള്ള സൗകര്യം നമ്മുടെ സംഘാടകർ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുമിച്ച് കണ്ണുനീരോടുകൂടി ദുആ ചെയ്ത് നരകമെന്ന വിഷയത്തിന്റെ സമാപനം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയേണ്ട ഒരു പരിശുദ്ധ വേദിയാണ്. സന്തോഷമായിട്ട് തന്നെ എല്ലാ സഹോദരിമാരും സഹോദരങ്ങളും നമ്മുടെ നാട്ടില് അൽഹംദുലില്ലാഹ് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാത്രം തുടക്കം കുറിച്ച പള്ളിയുടെ എല്ലാ കാര്യങ്ങളുമായി നല്ലൊരു ബന്ധം നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനവർക്ക് കൊടുക്കാൻ കഴിയുന്ന കൊടുത്തുകൊണ്ടും ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ടും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നമ്മുടെ സഹോദരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബൂലഹബ് കടന്നുപോകുന്ന നരകത്തിന്റെ രണ്ടാമത്തെ കവാടം. അള്ളാഹു പ്രവാചകനെ ചീത്ത വിളിച്ചതുകൊണ്ട്, പ്രവാചകനെ പരിഹസിച്ചതുകൊണ്ട്, പ്രവാചകനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് അള്ളാഹു അവന് അദാബ് കൊടുക്കുന്നവർ പറഞ്ഞിട്ട് ആ കൊടുത്ത അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ സമ്പാദിച്ച സമ്പാദ്യ കൂട്ടങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നും അള്ളാഹുവിന്റെ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്തവർക്കാണ് ലള എന്നാണ് നരകത്തിന്റെ രണ്ടാമത്തെ കവാടത്തിന്റെ പേര് എന്ന് പറയുന്ന പണ്ഡിതന്മാര് പറയുന്നു. ലള, സാമ്പത്തിക സൂക്ഷ്മത. പെട്ടെന്ന് നമുക്ക് ഈ സൂക്ഷ്മത പാലിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരൂല. കാരണം കാശ് ഒരുപാട് കടന്നു വരുമ്പോ എങ്ങനെയാണ്, ഇപ്പോ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കും, അള്ളാഹുവേ എനിക്ക് കാശ് അള്ളാഹു തന്നിരുന്നെങ്കിൽ മൈലൂര് പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 50,000-ഉം 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ഞാൻ കൊടുത്തനെ. പക്ഷെ എന്റെ കയ്യിൽ കാശില്ല. ഉണ്ടെങ്കിൽ കൊടുത്തനെ എന്ന് പറയും. പക്ഷെ കാശുണ്ടാകുമ്പോ ഇത് പറയുന്ന സദസ്സിൽ പോലും ചിലപ്പോ വന്നിരിക്കാൻ നമുക്ക് സമയമുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിൽ മൈലൂരുള്ള ഏകദേശമുള്ള ആൾക്കാരൊക്കെ അതിനെന്തായാലും വന്നിട്ടുണ്ടാവും. എന്നാലും വരാത്തവരുടെ ലിസ്റ്റ് നിങ്ങളൊന്ന് കണക്കെടുക്കുക. മൈലൂര് വാത് കേൾക്കാൻ വരാത്തവരുടെ ഒരു കണക്ക് നിങ്ങൾ എടുത്തു നോക്കുക. എല്ലാവരും ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഈ നാട്ടിലെ യൂത്ത് ഫെഡറേഷന്റെ പ്രവർത്തകരും ഇതിന്റെ ഇവർക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കുന്ന കബീർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരും ഒക്കെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ വരാതിരിക്കുന്നവരൊക്കെ ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്ക് സാമ്പത്തികം കൊടുത്ത് അനുഗ്രഹിച്ചവർ. കാരണം അവർക്ക് വന്നിരിക്കാൻ തോന്നൂല. കാരണം ഇതൊരു നാണം കെട്ട പരിപാടി. ഈ വാത് പറയുക, വാത് കേൾക്കുക, അവിടെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് ചേർന്ന പരിപാടിയല്ല. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
മൂപ്പര് വിചാരം 1000ന്റെ നോട്ടുകൾ പോക്കറ്റിലുണ്ടാവുക, മക്കളെല്ലാവരും റാഡോ വാച്ച് തന്നെ കെട്ടുക, കാർ ഷെഡിൽ 5-6 വണ്ടി എടുത്തിടുക, ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് കരുതിപ്പോയാൽ സ്റ്റാൻഡേർഡ് അതല്ല. യഥാർത്ഥ സാമ്പത്തികം, യഥാർത്ഥ സ്റ്റാൻഡേർഡ്, യഥാർത്ഥ മുതലാളി എന്ന് പറഞ്ഞാൽ മാനസികമായി സമാധാനമുള്ള, സംതൃപ്തിയുള്ള, സന്തോഷമുള്ളവൻ. എനിക്ക് ശരിയായില്ലേ ഇതുവരെ? ഇന്നലത്തെ പോലെ ഇന്നലെ മിനിങ്ങാനും പോലെ ആയില്ലല്ലോ. എന്തോ ചെറിയ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. സലാത്തൊന്നും ചെല്ലാതെയാണ് വന്നിരുന്നത്. സാധാരണ മൈക്രോസിറ്റാനെ ദുആ ചെയ്യാറില്ല, ലാസ്റ്റ് ദിവസം ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇന്നലെ ചെയ്യാത്തതുകൊണ്ട് ഇനി ഇടയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാണെന്ന് ചെയ്യാൻ വയ്യ. അപ്പോ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു സുഖവും സന്തോഷവും വന്നാൽ അള്ളാഹുവിനെ മറക്കുന്നത് സ്വാഭാവികമാണ്. ഇപ്പോ പള്ളിയുടെ മാടപ്രാവ് എന്നറിയപ്പെട്ടിരുന്ന ഒരാളാണ് സഅലബ എന്ന് പറയുന്ന മനുഷ്യൻ. പള്ളിയുടെ മാടപ്രാവ് എന്ന് പേര് കിട്ടാൻ കാരണം എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ടാണ്. സദാസമയം അള്ളാന്റെ പള്ളിയുടെ അടുത്തുണ്ടാവും, എപ്പോഴും അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ എന്തേ സഅലബത്തിന് സംഭവിച്ചു പോയത്? നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടുന്ന സഅലബത്തിനോട് അള്ളാന്റെ റസൂല് ചോദിച്ചു, സഅലബ ഇത്ര പെട്ടെന്ന് നീ എവിടെ പോവാ? അള്ളാന്റെ റസൂലേ, എന്റെ വീട്ടുകാർക്ക് നിസ്കരിക്കണമെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൂടി കൊടുത്ത് ഔറത്ത് മറച്ചിട്ട് നിസ്കരിക്കാൻ കഴിയൂ, അത്രയ്ക്ക് ദാരിദ്ര്യത്തിന്റെ നീർച്ചുഴിയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്തിന് ആ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ടൊരു സമ്മാനം കൊടുത്തു. ഒരാട് അള്ളാന്റെ റസൂല് കൊടുത്തു. ആട് വളർത്തി നല്ലതുപോലെ ജീവിച്ചോളാൻ പറഞ്ഞു. അവസാനം ആടിങ്ങനെ പെറ്റി പെരുവി, ശരിക്ക് ആട് മുതലാളിയായി മാറി, വലിയ ബിസിനസ്മാനായി മാറി. പിന്നെ പള്ളിയിൽ വരാൻ നേരം കിട്ടണില്ല. കൃത്യമായി വന്നുകൊണ്ടിരുന്ന മാടപ്രാവ് എന്നറിയപ്പെട്ട ആള് അവസാനം 5 വക്കത്തിന് വന്നുകൊണ്ടിരുന്ന ആള് 4 വക്കത്തിനായി, 4 3ആയി, 3 2ആയി, തീരെ കാണാതായി. അവസാനം അന്വേഷിച്ച ആളെ വീട്ടിലേക്ക് വിടേണ്ടുന്ന ഗതികേട് വന്നു. എന്തുകൊണ്ടാ? പണം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് ഞാനും നിങ്ങളും. നമ്മുടെ സഹോദരിമാരെല്ലാം പണ്ട് അല്ലാഹുവിന്റെ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോൾ ഓളത്ത് കിടക്കുന്ന ഷാലെടുത്ത് തലയിലേക്ക് ഇട്ടുകൊണ്ട് ആ ബാങ്കിന് മറുപടി പറയുമായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പോലും നെറ്റിന്റെ ചുരിദാർ പോലെ ശരീരത്തിന്റെ നഗ്നത പുറത്തെറിയിക്കുന്ന വസ്ത്രം വാങ്ങി ശരീരത്ത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയുടെ മുമ്പിലൂടെ പോകുമ്പോ പോലും അതിനോടൊരു ബഹുമാനം കൊടുക്കാതെ കടന്നു പോകുന്നതിന്റെ കാരണം എന്താ? പണ്ട് ഒരു നേരത്തെ അന്നത്തിന്റെ ബുദ്ധിമുട്ട് ഈ സമുദായത്തിന് അറിയുമായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന്റെ കഷ്ടപ്പാട് ഈ പ്രിയപ്പെട്ട സമുദായത്തിന്റെ മാതാപിതാക്കൾക്ക്, രക്ഷകർത്താക്കൾക്ക് അറിയുമായിരുന്നു. ഇന്നുണ്ടോ പ്രിയപ്പെട്ടവരെ അതിന്റെ ബുദ്ധിമുട്ട്? എന്റെയും നിങ്ങളുടെയും വീടിന്റെ അകത്ത് ഫ്രിഡ്ജ് തുറന്നു നോക്കിയാൽ 1000കണക്കിന് ഭക്ഷണത്തിന്റെ അടുക്കും ചിട്ടയും കാണാൻ സാധിക്കുമെങ്കിൽ ദിവസങ്ങളോളം സുഭിക്ഷമാരി കഴിക്കാനുള്ള, മാസങ്ങളോളം വർഷങ്ങളോളം ആഡംബരത്തോടെ ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി അല്ലാഹു പടച്ചതമ്പുരാ നമുക്ക് തന്നിരിക്കുമ്പോ അല്ലാഹുവിനോടുള്ള കടമയും കടപ്പാടും ബാധ്യതയും ഞാനും നിങ്ങളും മറന്നുപോവല്ല. അങ്ങനെ മറന്ന് സാമ്പത്തികമായ പരാധീനതകൾ സംഭവിച്ച് സാമ്പത്തികമായ വിഷയത്തില് അള്ളാന്റെ പൊരുത്തക്കേട് വാങ്ങിയിട്ടാണ് പോകുന്നതെങ്കിൽ അല്ലാഹു പടച്ചതമ്പുരാന്റെ മുന്നിൽ ഞാനും നിങ്ങളും വിഷമിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടൊരു മുസ്ലിം സഹോദരൻ ഒരു പത്രത്തിൽ എഴുതിയതാ, മുസ്ലിം സമുദായത്തിന്റെ എണ്ണം കൂടിയതിലോ വണ്ണം കൂടിയതിലോ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവരെ ഒതുക്കി നിർത്താൻ ഒരൊറ്റ കാര്യം മതി, ഒരു കാണിക്കപ്പെട്ടിയും വെച്ച് ഒരു ചെറിയ തക്കാവും വെച്ചു കൊടുത്താൽ മതി. അവരതിന്റെ പിന്നിൽ യോഗവും ചേർന്ന് കമ്മിറ്റിയും കൂടി അടികൂടി കത്തിക്കുത്ത് നടത്തി അവരങ്ങനെ ഇരുന്നോളും. പുതിയ ഇമാമിനെ പഴയ ആൾക്കാർക്ക് ഇഷ്ടമല്ല, പഴയ ഇമാമിനെ പുതിയ ആൾക്കാർക്ക് ഇഷ്ടമല്ല, പഴയ അമ്മറ്റിയെ പുതിയ അമ്മറ്റിക്ക് ഇഷ്ടമല്ല, പുതിയ അമ്മറ്റി പഴയ അമ്മറ്റിക്കാരെ ഇഷ്ടമല്ല, മോദി സാഹിബിനെ ഇഷ്ടമല്ല, ചോറെടുക്കണവരെ ഇഷ്ടമല്ല, അടുത്ത് നിസ്കരിക്കാൻ നിന്നാ കുറ്റം, അങ്ങോട്ട് ചാരിയിരുന്ന കുറ്റം, നീങ്ങിയിരുന്ന കുറ്റം. ഇങ്ങനെ ഈ കുറ്റങ്ങളും കുറവുകളുമായി ആ നാട്ടിലെ ചെറിയ മസ്ജിദ് അങ്ങ് ഒതുങ്ങിക്കൊള്ളും എന്ന് ഒരു ഹൈന്ദവ മതത്തിലെ സഹോദരൻ ചിന്തിച്ചു പോയത് തെറ്റല്ല, ശരിയാ. നമ്മുടെ അവസ്ഥയൊക്കെ ഏതാ? കൊല്ലം ജില്ലയുടെ മയ്യത്തിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഒരു വലിയ കിടന്നുറങ്ങുന്ന പള്ളിയുടെ മുമ്പിൽ ആ കാണിക്ക വഞ്ചിക്കകത്ത് 50,000ന്റെ നോട്ടാണ് ചിതലെടുത്തു പോയി, നുരുമ്പിപ്പോയത്. എന്തുകൊണ്ടാ? സ്റ്റേ ചെയ്തിരിക്കുന്നു, 2 പള്ളിക്കാര് തമ്മിൽ അടിയാണ്.
അതെനിക്ക് വേണം, അതെനിക്ക് വേണം. രണ്ട് പള്ളിക്കാരും തമ്മിൽ അടിയായപ്പോ കേസായി. ഗവൺമെന്റ് ആ പൈസ കുറച്ചു നാളത്തേക്ക് എടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അവസാനം തുറന്നു നോക്കിയപ്പോ നുരുമ്പിപ്പോയ നോട്ടുകെട്ടുകൾ മാത്രം കണക്കാക്കിയപ്പോൾ 50,000-ന് പുറത്തുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേരിൽ നെയ്യത്ത് ചെയ്തിട്ട പൊതുസ്വത്താണ്. പള്ളിയുടെ ആവശ്യത്തിന് എടുക്കാം അത്, പക്ഷേ അതിന് പോലും ഉപയോഗപ്പെടുത്തിയില്ല. ലോകത്തിന്റെ എത്രയോ ഭാഗത്ത് അള്ളാഹു ഒരുപാട് രോഗം കൊടുത്ത് കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഒരുപാട് പറയുന്നത്? നമ്മുടെ ഈ നാടിന്റെ പരിസരത്ത് അഞ്ചൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. നിഷാദ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ, ആ സഹോദരന് വൃക്ക തകരാറിലായിട്ട് 10-15 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ സഹോദരന്റെ കൂട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ നാനാഭാഗത്ത് ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് തകർത്ത് കളയുമ്പോ, പ്രിയമുള്ളവരെ, വാൻമാലിഹി ഫീമാ അഫ്നാ, എങ്ങനെയാണ് നിന്റെ പണം നീ ചെലവഴിച്ചില്ലാതാക്കി കളഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കുമത്രേ. ധനമെങ്ങിനാ നീ അന്ന് സമ്പാദിച്ചതും അത് ഏതു മാർഗമിലാണ് ചിലവ് നീ ചെയ്തതും. എങ്ങനെയാണ് സമ്പാദിച്ചത് എന്ന ചോദ്യമുണ്ടാവും, എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന ചോദ്യമുണ്ട്. ഇത് രണ്ടിനും അള്ളാഹു പൊരുത്തപ്പെടുന്ന മറുപടി പറയാൻ കഴിയാത്തവർക്ക് നരകത്തിന്റെ രണ്ടാമത്തെ കവാടം, നരകത്തിന്റെ രണ്ടാമത്തെ കവാടം അവർക്കാണ്. നമ്മൾ എങ്ങനെയാണ് പണം സമ്പാദിച്ചത്? കിട്ടാൻ പറ്റുന്ന ഭാഗത്തു നിന്നൊക്കെ, കിട്ടാൻ പറ്റുന്ന സ്ഥലത്തു നിന്നൊക്കെ. നമ്മുടെ നാടുകളിലുള്ള ഇന്ന് സാധാരണ പൊതുവിലുള്ള ഒരു അവസ്ഥ, പള്ളിയിൽ ഒരു പുതിയ ഇമാമ് വന്നാൽ ആദ്യം പരിചയപ്പെടാൻ ചെല്ലുന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ പിന്നെ ഹറാമിലൂടെ പണം സമ്പാദിക്കുന്നവരായിരിക്കും. ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടും. എന്നിട്ട് ആദ്യമായിട്ട് 5000 രൂപ ഒരാൾ ഉസ്താദിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ അങ്ങനെ വരുമ്പോ പെട്ടെന്ന് തന്നെ ഉസ്താദ് വിചാരിക്കും, അള്ളാഹു നല്ല ജനങ്ങളാണല്ലോ, ഞാൻ വന്ന് വേറെ ഒന്നും ചെയ്തില്ല, വന്ന് പള്ളിയിൽ റൂമിൽ വന്നിരുന്നപ്പോ തന്നെയാണ് 5000 രൂപ എന്റെ കൈ കൊണ്ട് തന്നു, ഇത്രത്തോളം ദീനിനോട് താല്പര്യമുള്ള ജനങ്ങളോട് ഉണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരുന്ന് ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മഹല്ലൊക്കെ രക്ഷപ്പെടും, നല്ല ഉസ്താദാ വന്നിരിക്കുന്നേ എന്നൊക്കെ ആയി വന്നപ്പോൾ ഉസ്താദ് ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയണേ മൂപ്പരാ നാട്ടിലെ ഏറ്റവും നല്ല ബ്ലൈഡ് കമ്പനിക്കാരൻ. ഉസ്താദ് വിചാരിച്ച അള്ളാഹു എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണല്ലോ. ഉസ്താദ് വെള്ളിയാഴ്ച പലിശയെ കുറിച്ച് പറയാൻ വേണ്ടി കയറി നിൽക്കുമ്പോ മുമ്പിൽ ഈ മഹാൻ പേരൊക്കെ തടവി ഇങ്ങനെ വന്നിരിക്കുകയാണ്, വെള്ളയൊക്കെ ഇട്ട്. ഉസ്താദ് വിചാരിക്കും അള്ളാഹു എങ്ങനെ പറയും ഇപ്പൊ അഹേന്റെ കാര്യം. 5000 രൂപ ഒരു കഴിഞ്ഞ മാസം വന്നോടനെ കൊണ്ട് ആദ്യം കിട്ടിയ കാശ്. എന്തായാലും ഉസ്താദെ പലിശയെ കുറിച്ച് രഹസ്യം ഒരു നൈസായിട്ടൊന്ന് പറഞ്ഞിട്ട് കണ്ണ് കാണിച്ച് മൂപ്പര് ഒന്ന് റൂമിലേക്ക് വിളിക്കും. അപ്പൊ മൂപ്പര് വിചാരിക്കും വീണ്ടും ഒരു 5000 കൂടെ കൊടുത്താൽ ഉസ്താദ് സന്തോഷാവും, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുത്തോളാം. ഈ പോലീസുകാർക്ക് മണൽ കൊണ്ടുപോണ ലോറിക്കാർ കൊടുക്കണ പോലെ SI കൂടെ പോലീസുണ്ട്, ചിരിക്കുന്നുണ്ട്. അള്ളാഹു താര നല്ല ബോധമുള്ള പോലീസുകാരെ നമുക്ക് അള്ളാഹു തരട്ടെ, ദീനീ ബോധമുള്ളവരൊക്കെ. ശരിക്കും എനിക്ക് ആ വിഷയത്തിൽ ഞാൻ എവിടെയോ പ്രസംഗത്തിന് പോയപ്പോ ഒരു ഷെരീഫ് എന്ന് പറയുന്ന ഒരു SI കണ്ടു. വഴിയിൽ വെച്ച് കൈ കാണിച്ച് നിർത്തിയതാ. കാരണം വണ്ടി ഇത്തിരി സ്പീഡിലായിരുന്നു. അതുപോലെ ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പൊ സ്പീഡ് കൂടിയത് കൊണ്ട് കൈ കാണിച്ച് നിർത്തിയത്. അപ്പൊ സ്പീഡ് കൂടുതൽ തെറ്റാണ്, അങ്ങനെ ഓടിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കൈ കാണിച്ച് നിർത്തിയപ്പോ ആദ്യം പുള്ളി ഡ്രൈവറിനെ കണ്ടു, ഗ്ലാസ് കാത്തപ്പോ പെട്ടെന്ന് പിന്നെ തൊപ്പിയൊക്കെ വെച്ച് ഞാനിരിക്കുന്നത്, എന്നെ മനസ്സിലാവുന്നറിയില്ല, എന്നാലൊരു മുസ്ലിയാരല്ലേ. അപ്പൊ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്നെന്തോ ഒരു കേച്ചേരി ഭാഗത്ത് 4 മണിക്ക് ഒരു ക്ലാസും ചാവക്കാട് പ്രസംഗവും, ഇതിന് പോവാണെന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു എന്തായാലും SI കാണണ്ട, പെട്ടെന്ന് വെച്ചോളൂ. ഞാൻ അസ്സലാമു അലൈക്കും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ പേരൊന്ന് വായിച്ചു നോക്കിയപ്പോ ഷെരീഫ് എന്ന് എഴുതി. ആരെന്ന് എനിക്കറിയാം, ഏത് സ്ഥലമൊന്നും ഞാൻ ഓർക്കണേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരിഗണിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല മനസ്സുള്ള നിസ്കാരമുള്ള പിന്നെ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് നല്ലത്. അള്ളാഹു നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ ഈ സംഘടനയിലുണ്ടൊരു പോലീസ് വീരാൻ അല്ലേ, അള്ളാഹു താല അദ്ദേഹത്തിന്റെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കട്ടെ, കുടുംബത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സാധുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രിയപ്പെട്ട സഹോദരൻ വിചാരിക്കും അള്ളാഹു ഉസ്താദ് വിചാരിക്കും ആകെ കുഴഞ്ഞല്ലോ ഇപ്പൊ. എന്നിട്ട് ഉസ്താദ് ഇയാളുടെ ചോദിക്കും, നിങ്ങൾ ഈ ആൾക്കാരെ ഒന്ന് കള്ളുവാറ്റ് നടത്തിയും ആൾക്കാരെ തട്ടിയെടുത്ത കാശാണോ എനിക്ക് തന്നത്
അല്ല സാറേ, ഇതൊന്നും പലിശയുടെ കാശല്ല, ഇതൊക്കെ എനിക്ക് നേരത്തെ എന്റെ വാപ്പ ഉണ്ടാക്കി വെച്ചിട്ട് പോയ കാശ. വാപ്പ എന്ത് പരിപാടിയാണ്? വാപ്പ എന്നെക്കാളും വലിയ പ്ലേഡ് കമ്പനിക്കാർ. വാപ്പ 10 രൂപയ്ക്ക് കൊടുത്ത് ഞാൻ 15 രൂപയ്ക്ക് കൊടുക്കുന്നുള്ളത്. അപ്പൊ വാപ്പ ഉണ്ടാക്കി വെച്ച കാശ, ഞാൻ കൊടുത്തതല്ല. ഇങ്ങനെ പറയണ അവസ്ഥയാ. ഒരു വാപ്പ മരിക്കാൻ നേരത്ത് മോന്റെ അടുത്ത് പറഞ്ഞു വന്ന വസിയത്ത് പറഞ്ഞു വന്ന എല്ലാവരും വട്ടം കൂടി ഇരിക്കുന്നു. ഉസ്താദ് എല്ലാവരും ഉണ്ട്. അപ്പോ വാപ്പ ഇങ്ങനെ കൈയെടുത്ത് കാണിച്ചു, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, മോനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോ അടുത്ത് യത്തീംഖാനയുടെ പ്രസിഡന്റ്, ഇപ്പോൾ യത്തീംഖാന പ്രസിഡന്റ് പറഞ്ഞു, എടാ കണ്ടാ വാപ്പ പറഞ്ഞ കണ്ട പഹയാ, എന്താ പറഞ്ഞേ, യത്തീംഖാനയ്ക്ക് 15 എനിക്ക് കൊടുക്കടാന്നാണ് വാപ്പ പറഞ്ഞതെന്ന് പറഞ്ഞു. ഉടനെ മോൻ പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോ അതിന്റെ മുമ്പിലൂടെ പോവാത്ത വാപ്പ എന്തായാലും അങ്ങനെ ചെയ്യൂല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്താ വാപ്പ പറഞ്ഞു ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ഉടനെ വാപ്പ തന്റെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു, മകനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ മോൻ പറഞ്ഞു, ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ, വാപ്പ പലിശയ്ക്ക് കൊടുത്തോണ്ടിരിക്കണ 5 രൂപയ്ക്കാണ്, അതുകൊണ്ട് മോനെ നീ 10 രൂപയ്ക്ക് കൊടുത്തോളാം, നല്ല മാർക്കറ്റാണ് എന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ. കാരണം എന്തേ? സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കുക, സുഖം തട്ടിപ്പോയാൽ, സന്തോഷമുണ്ടായിപ്പോയാൽ, പ്രിയപ്പെട്ടവരെ നമുക്ക് സമ്പാദ്യം ഹറാമാണെങ്കിൽ ഉണ്ടാക്കാനൊരു സുഖം കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും. അങ്ങനെ തന്നെയാണൊരു ചിന്ത വരിക. അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിന്റെ പേര് കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ വമാ അദ്റാക മൽ ഹുതമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹുതമ എന്ന് പറയുന്ന നരകത്തെക്കുറിച്ച് നബിയേ, അവിടത്തേക്ക് അറിയുമോ നബിയേ? നരകത്തിന്റെ 3ാമത്തെ കവാടത്തിന്റെ പേര് ഹുതമ എന്നാണ്. ഹുതമ ആരാണതിലൂടെ കടന്നു പോകുന്നത്? ആ സൂറത്തുൽ ഹുമസയുടെ ആദ്യ ആയത്തുകൾ പരതുമ്പോ കാണാ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസാ. ആരാണ് ഹുതമ എന്ന് പറയുന്ന നരകത്തിലൂടെ കടന്നു പോകുന്നത്? കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരും. കുത്തി സംസാരിക്കുന്നവരും പരിഹസിക്കുന്നവരുമാണ് ഹുമസ എന്ന നരകത്തിലൂടെ, ഹുതമ എന്ന നരകത്തിലൂടെ കടന്നു പോകുന്നത്. ഈ കുത്തി സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നമുക്കൊരു വിഷമം തോന്നി, ഇത് എന്നെ കുറിച്ചാണോ? ഇതാണ് പെട്ടെന്ന് വ്യക്തമാകൂല, എന്നാലും ഒരു തോന്നലുണ്ടാവും, ഇതെന്നെ കുറിച്ചാണോ? അതിന്റെ മലയാള ഭാഷയാണ് കുത്തി സംസാരം. ഇൽമിന്റെ വേദിയിൽ ഞാൻ എന്തെങ്കിലും വിഷയം പറയുമ്പോൾ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ കുത്തല് കിട്ടിയതെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ചില കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ചില ഉസ്താദന്മാര് പള്ളിയിൽ ഇങ്ങനെ പറയാറുണ്ട്, ആരെങ്കിലും ഉസ്താദിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞാൽ അന്ന് കയറിയിട്ട് ഫിറോന്റെ ചരിത്രമാണ് പറയണം വെള്ളിയാഴ്ചയിലെന്ന്. കാരണം എന്താ? ഫിറോൻ നരകത്തിലാ, ഫിറോൻ നരകത്തിലാന്ന് മറ്റേ പറയും. ഈ ബിണുവെന്ന് പറയണ എന്നെ കുറിച്ച് എന്നോട് കുറെ നേരമായി ബിണുവെന്ന് പറയണല്ല, അതിനെ കുറിച്ച് തന്നെയാ. അപ്പൊ അത് മൊത്തത്തിൽ എങ്ങനെ നേരിട്ട് പറയാത്തത് കൊണ്ട് ഫിറോനും അബൂജഹലൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെയാണ് നടക്കുക. അപ്പൊ ആ നൊമ്പരം മനസ്സിനകത്തുണ്ടായാൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മൾ സ്വയം രക്ഷപ്പെടാനുള്ള വഴിയെടുക്കുക. ആ കുറ്റപ്പെടുത്തലിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അല്ലാതെ ചായക്കടയിലും പള്ളിയുടെ നടയിലും ആ കുടുംബശ്രീക്ക് പോകുമ്പോ അവിടെയും സ്കൂളിലും എന്നു വേണ്ട, കല്യാണ വീട് മരണ വീട് ഉൾപ്പെടെയുള്ള സകല സ്ഥലങ്ങളിലും വട്ടം കൂടിയിരുന്ന് മോശത്തരം പറയുന്നവരെ, മറ്റുള്ളവരെ പരിഹസിക്കുന്നവരെ, ഹുതമയണ്ടൊരു നരകമാ അതിലെറിയുമേ കഥ കഴിയുമേ, എരിയും ജസദത് വീണ്ടും കോടിടും, മുറിഞ്ഞിടാതമൽ ചെയ്യണേ അറിയണേ, നരനരകമിന്റെ അറകളെയും തുറക്കുമേ കടക്കുമേ, അതിലെരിയുമേ നിങ്ങൾ ഓലതിൽ ജഹന്നമേ. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിലേക്ക് കടക്കുന്നത് നാവിനെ സൂക്ഷിക്കാത്തവരാണ്, നാവിനെ സംരക്ഷിക്കാത്തവരാണ്. നാവിന്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഭൗതിക ലോകത്ത് മനുഷ്യരുടെ പച്ചയിറച്ചി തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ജനങ്ങളുണ്ടല്ലോ. ആരെക്കുറിച്ചും വസാറ് പറയാറ് സമാധാനം കിട്ടാത്തവര്, ആരെക്കുറിച്ചെങ്കിലും 10 നുണ പറയാറ് സമാധാനം കിട്ടാത്തവര്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നഗ്നമാത്ര
മാത്രം ലോകത്തോട് പറഞ്ഞുകൊണ്ട് ജീവിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. കല്ലുകൾ കഴുകിയിട്ട് വാക്യകത്തിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. എന്തിനെന്നറിയോ? പെട്ടെന്നൊന്ന് സംസാരിക്കേണ്ടി വന്നാൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാ നേരം കിട്ടാൻ വേണ്ടി കല്ലുകൾ കഴുകി വാക്യകത്ത് വിട്ടുകൊണ്ട് നടന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളായ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പറഞ്ഞുകൂട്ടുന്ന ഫസാദിന്റെ കണക്കുണ്ടോ? ഒരു ദിവസത്തെ അവസാന സമയത്ത് നീ ഫസാദ് പറഞ്ഞ ആ ദിവസം മുഴുവനും ചെയ്തു പോയ അമലുകൾ അല്ലാഹു പൊളിച്ചു കളയുന്നതാ. ഇന്നൽ ഗീബത അശദ്ദു മിനസ്സിനാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് വികാരത്തിന്റെ കയറ് പൊട്ടിയിട്ട് മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വ്യഭിചരിച്ചു പോയവളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൽബുനന്ത് അല്ലാഹു പടച്ചതമ്പുരാനോട് തൗബ ചെയ്ത് മടങ്ങിയ അല്ലാഹു അത് പുറത്തു കൊടുക്കുമെങ്കിൽ ഈ പത്ത് പറഞ്ഞവരുണ്ടല്ലോ, ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവരെടുത്തു പോയി അവര് പൊരുത്തപ്പെട്ടു കൊടുത്തല്ലാറ് കാരുണ്യവാനാറ് പടച്ചതമ്പുരാ ആ പാപം പുറത്തു കൊടുക്കുകയില്ല. പിന്നെ കളിയാക്കലും പരിഹസിക്കലും, മറ്റുള്ളവരെ കളിയാക്കി പരിഹസിച്ച് ചിരിക്കുക എന്നുള്ളത് നമുക്കിന്നൊരു വല്ലാത്ത രസമാണ്. 4 മണിക്കൊക്കെ കലിങ്ങിന്റെ മണ്ട കയറിയിരുന്ന്, അല്ലെങ്കിൽ ചായക്കടയിലിരുന്ന്, അല്ലെങ്കിൽ ലൈബ്രറിയിലിരുന്ന്, അല്ലെങ്കിൽ പള്ളിയുടെ നടയിലുള്ള സ്റ്റെപ്പിലിരുന്ന് വട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരെ പരിഹസിക്കുക, കളിയാക്കുക, അവരെ കുറ്റപ്പെടുത്തുക. ഇത് വളരെ മോശമാണ്. ഒരു മുസൽമാന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നത് അല്ലാഹു ഏറെ വെറുക്കുന്ന കാര്യമാണ്. പൊന്നാര നബി തങ്ങൾ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് 3 സരസിൽ വെച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ, അവൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. എന്തേ കാരണം? അള്ളാന്റെ റസൂൽ പറഞ്ഞത് ആരോടും ഒരു വെറുപ്പും അവന് മനസ്സുകൊണ്ടില്ല എന്നാണ്. നമുക്ക് ആരോടും ഒരു വെറുപ്പുണ്ടാവരുത്, ആരോടും ഒരു വിദ്വേഷമുണ്ടാകരുത്, ആരോടും നമുക്ക് അവനെ തോൽപ്പിക്കണം, അവന്റെ മുന്നിൽ അങ്ങോട്ട് ജയിച്ചടക്കണമെന്നുള്ള അഹന്തയുടെ ചിന്ത കടന്നു വരുമ്പോഴാണ് അതിന്റെ പിന്നിൽ ഫസാദും ഗീബത്തും ഉണ്ടാവുക. നാട്ടിലെ സഹോദരിമാർക്ക് ഏറ്റവും അധികം കൂടുതലാണ് ഈ സ്വഭാവം. ഇരു തീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ എന്നാണ്. 2 സ്ത്രീ ചേർന്നാൽ ലോകം മുഴുവനും കത്തിപ്പോകുമെന്നാണ്. നിങ്ങൾ വിചാരിക്കും ഉസ്താദെ നമ്മളെ ദൂരെ പിടിച്ചിരുത്തി സ്ക്രീനും വെച്ച് തന്നിട്ട് നമ്മളെ കുറിച്ച് എന്തും പറയാം എന്ന് നിങ്ങൾ കരുതരുത്. ഇന്നലെയും മിനിങ്ങാന്ന് നിങ്ങൾ തീരെ അത്ര മോശമായിട്ട് പറഞ്ഞില്ല. കാര്യമായിട്ട് നമ്മുടെ മദ്ഹക്ക പറഞ്ഞത് ഇന്ന് സമാപന ദിവസം എന്തായാലും പണി നമുക്ക് തരുമെന്നറിയാം, എങ്കിലും നമുക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് വന്നു പോയതാ എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറയാ. ഫസാദും ഗീബത്തും അടിയുണ്ടാക്കാനുമുള്ള മിടുക്ക് വല്ലാത്തത് തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ. ആണുങ്ങൾ മോശക്കാരെന്നല്ല, അവരുണ്ടാക്കിയാൽ പെട്ടെന്ന് തീരും. സ്ത്രീകൾ അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ തീരൂല. ലോകാവസാനമായാലും അതിന്റെ ഭവിഷ്യത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. പുരുഷന്മാര് ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ കളയും, പെണ്ണുങ്ങള് 2 കാതിലൂടെ കേട്ട് വായിലൂടെ കളയും. പുരുഷന്മാർ ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെയും കളയും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 2 കാതിലൂടെയും കേൾക്കും, എന്നിട്ട് വായിലൂടെ പുറത്തു കളയും. ഇത് നാട്ടിൽ ഒരുപാട് പ്രശ്നം. സഹോദരിമാർക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല എളുപ്പ വഴി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. രക്ഷപ്പെടാനുള്ള, അള്ളാന്റെ സ്വർഗം കിട്ടാൻ, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ, ഇസ്രായേൽ വരുമ്പോ കെലിമ പറഞ്ഞുകൊണ്ട് മരണപ്പെടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്റെ സഹോദരിമാരെ സംസാരം കുറയ്ക്കുക എന്നതാണ്. സംസാരം കുറച്ചാൽ മതി, അത് മാത്രം മതി. നരകത്തിന്റെ 3ാമത്തെ കവാടത്തിൽ കടക്കാനുള്ളവരൊക്കെ സംസാരം കൊണ്ട് പാപികളായവരാണ്. എന്തൊക്കെയാണ് പറയാ? അമ്മായിയെ കുറിച്ച് മരുമോള് പറയണത്, മരുമോളെ കുറിച്ച് അമ്മായി പറയണത്, അതൊക്കെ പോട്ടെ. ഇതൊന്നുമില്ലാതെ അയൽവാസികളെ കുറിച്ച് പറയുന്നതോ? അയൽവാസികളെ കുറിച്ച് പറയും. ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഇപ്പൊ ഗൾഫിൽ പോയി നല്ലൊരു ജോലി കിട്ടിയെന്ന് വെച്ചു, അവൻ ദുആയൊക്കെ ചെയ്ത് കുറെ നാൾ കഷ്ടപ്പെട്ട് അവൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, അല്ലാ ഒരു 150 ഇൽമിന്റെ വേദിയിൽ പോയി ബക്കറ്റിൽ 10 രൂപ 50 രൂപ ഇട്ടിട്ട് ഞാൻ ദുആ ചെയ്താ നല്ല ജോലി വേണമല്ല, എങ്ങനെയും രക്ഷപ്പെടണമല്ല, എനിക്കും വീട് വേണമല്ല. അങ്ങനെ ദുആ ചെയ്ത് 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 അവസാനം എല്ലാം കൂടി കൊടുത്തപ്പോ അല്ലാഹ് ഒരുമിച്ചങ്ങ് കൊടുത്തു, നല്ല ജോലിയെ കിട്ടി. പെട്ടെന്ന് തന്നെ 2 കൊല്ലം ആയില്ല വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു വീടായി, വണ്ടിയായി, സുഖമായി. അപ്പൊ ആൾക്കാരിങ്ങനെ പറയാം അവൻ രക്ഷപ്പെട്ടു. എന്നാലും ചില പെണ്ണുങ്ങൾ പറയുന്ന ആരെ പറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്, അല്ലാതെ അവന് കാശ് കിട്ടാൻ പോകുന്നു. അവൻ ആരെ കൊന്നിട്ട് കൊണ്ടുവന്ന കാശാ, ആരെയോ പറ്റിച്ചിട്ടുണ്ടാക്കിയ കാശാ എന്ന് പറയും. കാരണം എന്ത്? കാശുണ്ടാക്കാൻ ചില ആൾക്കാർക്ക് മാത്രമേ ഇവിടെ അർഹതയുള്ളൂ.
പാവപ്പെട്ടവൻ ഒരു വണ്ടി എടുത്താൽ അതാരെയോ കൊന്നിട്ടുണ്ടാക്കിയതാ, പാവപ്പെട്ടവൻ ഒരു വീട് വെച്ചാൽ അതാരെയോ നശിപ്പിച്ചിട്ടുണ്ടാക്കിയതാ എന്നുള്ള ഒരു പറച്ചിൽ, അതും നാവിന്റെ ദോഷത്തിൽപ്പെട്ടത്. ചെറിയ കാര്യമൊന്നും അല്ല പ്രിയമുള്ളവരെ. പൊന്നാര നബിതങ്ങളുടെ മുമ്പിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നീളം അല്പം കൂടിപ്പോയ സാരികളിൽപ്പെട്ട ഒരു പെണ്ണ് വന്ന ചരിത്രം നിങ്ങൾക്കറിയാം. നബിതങ്ങളുടെ അടുത്ത് വന്നിരുന്ന കാര്യങ്ങൾ ചോദിച്ച് സംശയം ചോദിച്ചു മടങ്ങിപ്പോയപ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, ചെറിയ പുഞ്ചിരിയോടുകൂടിയാ ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പൊ വന്നിട്ട് പോയ ഉയരം കൂടിയ, സാധാരണയ്ക്ക് വിപരീതമായി നീളം കൂടിയ ആ പെണ്ണ് ആരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് മുഖത്തൊരു ദേഷ്യം വന്നു. ദീനിന്റെ വിഷയത്തിൽ ദേഷ്യം അനുവദനീയമാണ്. നിങ്ങൾ ചോദിച്ചു, ആയിഷ, നീ ഇപ്പൊ തിന്ന മാംസ കഷണം തുപ്പിക്കളയൂ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ഇപ്പോ തിന്ന മാംസ കഷണം തുപ്പിക്കളയൂ ആയിഷ. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ പറഞ്ഞതല്ലേ, പുറത്തേക്കൊന്ന് തുപ്പിയപ്പോൾ ഒരു കഷണം മാംസം വായ്ക്കകത്തുനിന്ന് തെറിച്ചുപോയി. ഹദീസിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്നത് വായ്ക്കകത്തുനിന്ന് ഒരു കഷണം മാംസം തെറിച്ചുപോയി. ആയിഷാ ബീവി അത്ഭുതപ്പെട്ട് നിറകണ്ണുകളോട് നബിതങ്ങളോട് ചോദിച്ചു, എന്താ നബി ഇത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇപ്പൊ വന്ന നീളം കൂടിയ സ്ത്രീയെ കുറിച്ച് നീ പറഞ്ഞ അവൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കിന് പകരം അവളുടെ മാംസം നീ തിന്നതാണിത്. ജനങ്ങൾക്ക് മാതൃകയാക്കാൻ ഇത് അള്ളാഹു കാണിച്ചു തന്നതാ. ഒരാളെ കുറിച്ച് ഞാനും നിങ്ങളും പറയുന്നത് അവരുടെ പച്ച മാംസം തിന്നുന്ന പോലെയാണ്. എന്താ പറഞ്ഞത്? അല്പം നീളം കൂടിപ്പോയപ്പോ ഒരു തമാശ രൂപത്തില് ചിരിച്ചുകൊണ്ട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ യഥാർത്ഥ പേരിന് പുറമെ എത്ര ഇരട്ടപ്പേര് അല്ലേ? വേറെ ദൂരോട്ടൊക്കെ അതിന് പോയാൽ തണ്ടപ്പേര് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള എത്ര പേരുണ്ട്? വെട്ടോത്തി, സൈനമ്പി, തക്കാളി, ഫാറൂഖ്, പിന്നെ ആകാശവാണി, സുബൈദ, ഫസാദ് കൂടുതൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ പേരിട്ടതാ. അങ്ങനെ എന്തെല്ലാം പേരുകളുണ്ടെന്നറിയോ? ഞാൻ വിഴിഞ്ഞം ബാധു പ്രസംഗിക്കാൻ പോയപ്പോ അഫല ലിബിലി കൈഫ കുലിക്കത്ത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല അള്ളാഹു എങ്ങനെയാ പടച്ചതെന്ന് നോക്കിയപ്പോ എല്ലാവരും സ്റ്റേജിലേക്ക് നോക്കി. സ്റ്റേജിൽ ഒരാളിരിപ്പുണ്ടായിരുന്നു, അവിടുത്തെ പള്ളി പ്രസിഡന്റ് ആയിരുന്നു. മൂപ്പര് ഇരട്ടപ്പേര് ഒട്ടകന്ന്. അപ്പൊ പുള്ളി വിചാരിച്ചെന്താ, ഇവിടുത്തെ ഖത്തീബിന് ശമ്പളം കുറവായതുകൊണ്ട് മുസ്ലിയാരിക്ക് കാശ് കൊടുത്തിട്ട് മനഃപൂർവ്വം പറയിപ്പിച്ചതാ. അതോട് എന്റെ വാദം അന്ന് തീർന്നു, പുള്ളിയെ പിരിച്ചുവിടുകയും ചെയ്തു. കാരണം അവരെ വേദനിപ്പിച്ചാൽ തീർന്നു, വേറെ ആർക്കും വന്നാലും ഒരു കുഴപ്പമില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെ ധാരാളം പേരുകൾ, ഇരട്ട പേരുകൾ എന്ന പേരിൽ വേദനിപ്പിക്കുന്ന പേരുകൾ കൊണ്ട് വിളിക്കാൻ പാടില്ല സഹോദര. ആരുടെയും മനസ്സിന്റെ കത്താ പേരുകൊണ്ട് കളങ്കം ചാർത്താൻ പാടില്ല. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന നരകത്തിന്റെ പേര് ഹുത്തമയം നാണ്, ഹുത്തമയം നാണ്, ഹുത്തമയം നാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക. നരകം ഒരുങ്ങിയിരിക്കുമ്പോൾ, നരകം തയ്യാറായിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഓരോ കവാടത്തിന്റെ ഭയാനകരമായ രംഗങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാ, അതിൽ നിന്ന് രക്ഷപ്പെടാ. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന പാവപ്പെട്ടവർക്കൊരു 10 രൂപ എടുത്തു കൊടുത്തത് കൊണ്ടായില്ല. നരകഭോജനത്തിന് വേണ്ടി, ഒരു പള്ളിക്ക് വേണ്ടി സുറക കൊടുത്തുകൊണ്ട് തൃപ്തിപ്പെടുന്നവര് അതിന്റെ കൂടെ നാവ് സൂക്ഷിക്കണേ, ഖൽബ് സൂക്ഷിക്കണേ, ജീവിതം പരിശുദ്ധമാക്കണേ. ഒരു ലൈസൻസുമില്ലാത്ത